നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റ് വാസ് ഡിസപ്പോയിൻറ്റഡ്, യാ, വെരി മച്ച് സോ, ആൻഡ് ഇറ്റ് ഹേർട്ട് ദാറ്റ് ഐ ഹാഡ് ടു ലീവ്. പറയുന്നത് റൂഡ് വാൻ നിസ്റ്റൽറൂയിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. എറിക് ടെൻ ഹാഗിനെ സാക്ക് ചെയ്ത സമയത്ത് അവരുടെ ഇൻട്രിം കോച്ചായിട്ട് വെച്ചത് മുൻ സൂപ്പർ താരമായിട്ടുള്ള റൂഡ് വാൻ നിസ്റ്റൽറൂയിയാണ്. അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്തു. പിന്നെ റൂബൻ അമോറിം വരുമ്പോൾ അദ്ദേഹത്തിന് പുറത്തു പോവേണ്ടി വന്നു. റൂബൻ അമോറിമിൻ്റെ കീഴിൽ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് തുടരണമെന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, യുണൈറ്റഡിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ റൂബൻ അമോറിം തീരുമാനിച്ചത് തൻ്റെ കൂടെയുള്ളവരെ, തൻ്റേതായിട്ടുള്ള അസിസ്റ്റൻറ്റുമാരെ വെക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് റൂഡ് വാൻ നിസ്റ്റൽറോയിക്ക് പുറത്തു പോവേണ്ടി വന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നിസ്റ്റൽറോയി തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകും. അദ്ദേഹം ഇപ്പോൾ ലെസ്റ്റർ സിറ്റിയുടെ കോച്ചായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു, പ്രീമിയർ ലീഗിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന വാക്കുകൾ ESPN FC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. വളരെയധികം അതെന്നെ വേദനിപ്പിച്ചു. ഞാൻ അവിടെ വിട്ട് പോവേണ്ടി വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അസിസ്റ്റൻ്റ് ജോബ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് യുണൈറ്റഡിലാണെങ്കിൽ മാത്രമാണ്. കാരണം ആ ഒരു ക്ലബ്ബുമായിട്ടുള്ള എൻ്റെ ബോണ്ട്, അവിടുത്തെ ജനങ്ങളുമായിട്ട്, ക്ലബ്ബുമായിട്ട്, ഫാൻസുമായിട്ടൊക്കെ ഉള്ള ഒരു ബോണ്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പോലും തയ്യാറാവുന്നത്. ബട്ട് ഇൻ ദി എൻഡ് കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പുതിയ മാനേജർ വരുമ്പോൾ ഉള്ള മാറ്റം മനസ്സിലായി. ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ വിട്ടത്. ഞാൻ റൂബൻ അമോറിയുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ ഒരു കോൺവെർസേഷൻ തീർച്ചയായിട്ടും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ഒരു മാൻ ടു മാൻ, മാനേജർ ടു മാനേജർ സംഭാഷണമാണ് അവിടെ നടന്നത്. അത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു. സ്ട്രൈറ്റ് അവേ മൂവ് ഓൺ ചെയ്യാൻ അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞത്. പുതിയ പോസിബിലിറ്റീസ് അതുകൊണ്ട് എനിക്ക് തേടാനും പറ്റി. അതെൻ്റെ സ്പിരിറ്റ്സ് സ്വാഭാവികമായിട്ടും ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും റൂബൻ അമോറിമിനോട് അദ്ദേഹത്തിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആ ഒരു സംഭാഷണം മാൻ ടു മാൻ അല്ലെങ്കിൽ മാനേജർ ടു മാനേജർ സംഭാഷണം എന്ന പോലെ അവർ തമ്മിൽ സംസാരിച്ചതുകൊണ്ട് അവിടെ ഇനി കടിച്ചു തൂങ്ങുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും പുതിയ പോസിബിലിറ്റീസ് തേടുകയും ചെയ്തു. ഒടുവിൽ പ്രീമിയർ ലീഗിൽ തന്നെ അദ്ദേഹം കോച്ചായി എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും റൂഡ് വാൻ നിസ്റ്റൽറൂയിക്ക് എല്ലാവിധ ആശംസകളും യുണൈറ്റഡിൻ്റെ ആരാധകർ നേരും. ആ കാര്യത്തിൽ തർക്കമില്ല. അവർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് നിസ്റ്റൽറൂയി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.